നമസ്കാരം. ഫോർത്ത് സെമ്മിലുള്ള ബികോം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. എൻ്റെ പേര് ജഗദീഷ്, AMC കോളേജ് മനുഷ്യരി. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമ്മിൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയ പോർഷനാണ്. അപ്പോൾ നമുക്കറിയാം, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു തിയറി പേപ്പറാണ്. ഒരുപാട് കൂടുതൽ നമുക്ക് പേടിക്കാനുള്ള ഒരു സബ്ജക്റ്റ്, പ്രോബ്ലം പേപ്പർ പോലെ അത്ര കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റൊന്നുമല്ല ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ 2 പാർട്ടുകളായിട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ബാങ്കിങ് എന്ന് പറയുന്ന പാർട്ട്, സെക്കൻഡ് പാർട്ട് ഇൻഷുറൻസ് എന്ന് പറയുന്ന പാർട്ട്. 2 ഭാഗവും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനറലായിട്ട് നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററുകളിലുള്ള കോൺസെപ്റ്റുകളെല്ലാം തന്നെ നമ്മൾ നോക്കുന്നത് 2ാമത്തെ പാർട്ടിൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന പാർട്ടിൻ്റെ അവസാന ഭാഗങ്ങളാണ്. അതിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 persons. One is ഇൻഷുറൻസ് കമ്പനി ആൻഡ് ദ അതർ ഈസ് ഇൻഷുർഡ്. ഇൻഷുറൻസ് എടുക്കുന്ന ആൾ ഇൻഷുർഡും അതേപോലെ തന്നെ ഇൻഷുറൻസ് ആരാണ് കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി നമ്മൾ ഇൻഷുറർ എന്നും പറയുന്നു. അതിൽ നമുക്കറിയാം, ഇൻഷുറൻസ് കമ്പനി ഇന്ത്യയിൽ വരുന്നത് LIC ആണ്. നമ്മളുടെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കമ്പനി LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കമ്പനി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവർ വരുന്നത് ഇന്ത്യയിൽ 1956 ഇൻഷുറൻസ് കമ്പനി LIC ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടാണ് ഇൻഷുറൻസ് കമ്പനി LIC നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1956. 1956 ജാനുവരിയിൽ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ് അതുവരെയുള്ള പ്രൈവറ്റ് പാർട്ടീസിനെ എല്ലാം തന്നെ അബോളിഷ് ചെയ്തുകൊണ്ട് അതെല്ലാം ടേക്കൺ ഓവർ ചെയ്ത് 1956 പാർലമെൻറ്റിൽ പുതിയ ആക്ട് പാസ്സാക്കി, LIC ആക്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് LICക്ക് ഇന്ത്യയിലെ ഇൻഷുറൻസ് ബിസിനസ് നടത്താനുള്ള എല്ലാ അധികാരവും കൊടുത്തുകൊണ്ട് ഒരു മൊണോപ്പൊളി ആക്കിയിട്ട് LICനെ മാറ്റി 1956. 1956 ശേഷം പിന്നെ പ്രൈവറ്റ് കമ്പനീസ് വരുന്നത് 2000 1999 പ്രൈവറ്റൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് പ്രൈവറ്റ് കമ്പനീസ്. അപ്പോൾ അതുവരെയും LIC തന്നെയാണ് ഇന്ത്യയിലുള്ള മൊണോപ്പൊളി എന്ന് പറയുന്നത്, ഇൻഷുറൻസ് കമ്പനിയിൽ മൊണോപ്പൊളി. അതിനിടയിൽ 1973 GIC ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനെ കൂടി നാഷണലൈസ് ചെയ്യുന്നു. ആദ്യം LICനെയാണ് നാഷണലൈസ് ചെയ്ത് 1956. പിന്നെ 1973 GICനെ കൂടി നാഷണലൈസ് ചെയ്യുന്നു. ഈ 2 കാര്യങ്ങളാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഇതിൽ പ്രധാനമായിട്ട് ഫസ്റ്റ് പ്രൈമറി ആയിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ 1999 നമ്മളുടെ ഇൻഷുറൻസ് കമ്പനീസിന് കുറച്ചും കൂടിയും ഒരു ഡെവലപ്മെൻറ്റ്സ് വരണമെങ്കിൽ കുറച്ചുകൂടെ പ്രൈവറ്റ് കമ്പനീസിന് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ LIC ബിസിനസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രൈവറ്റൈസ് ചെയ്താലെയാണ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ എന്നുള്ള റെക്കമെൻഡേഷൻസും കണ്ടെത്തലുകളും ആയിരുന്നു മൽഹോത്ര കമ്മിറ്റിയുടെ. അപ്പോൾ ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് അനുസൃതമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിനു വേണ്ടിയിട്ട്, അവരുടെ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒരു അപെക്സ് ബോഡി വേണമെന്നുള്ളതും അവരുടെ കണ്ടെത്തലായിരുന്നു. അതിൻ്റെയൊക്കെ ബേസിൽ 1999 പാർലമെൻറ്റിൽ വീണ്ടും ഒരു ആക്ട് പാസ്സാക്കി. ആ ആക്റ്റാണ് IRDA ആക്ട് എന്ന് പറയുന്നത്. ആ ആക്ടിന് കീഴിൽ, അല്ലെങ്കിൽ ആ ആക്റ്റോട് കൂടിയിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനീസിനെയും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി, ഒരു അപെക്സ് ബോഡിയായിട്ട് IRDA മാറി. അതിനുശേഷം ഒരുപാട് പ്രൈവറ്റ് കമ്പനീസിന് കൂടി എൻട്രി കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലെയേഴ്സിന് കൂടി എൻട്രി കൊടുക്കുന്ന ഒരു ആക്ട്, അല്ലെങ്കിൽ ഒരു സാധ്യത അതിലുണ്ടായിരുന്നു. 2000 ശേഷം ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ പ്രൈവറ്റ് സെക്ടറിൽ ഡെവലപ്പ് ചെയ്തു. അത് ഇന്ത്യയിലുള്ള സാമ്പത്തിക, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇൻഷുറൻസ് ബിസിനസ്സിന് തന്നെ
വലിയൊരു ട്രമെൻഡസ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് 2000 ശേഷം. നമുക്ക് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകളുടെ എണ്ണവും അതേപോലെ തന്നെ ഇൻഷുർ ചെയ്യപ്പെട്ട എമൗണ്ടും ഒക്കെ നല്ലൊരു ഗ്രാജുവൽ ആയിട്ടുള്ള നല്ലൊരു ട്രമെൻഡസ് ആയിട്ടുള്ള ഗ്രോത്താണ് 2000 ശേഷം ഇൻഷുറൻസ് രംഗത്തുണ്ടായിട്ടുള്ളത്. അത് പ്രൈവറ്റ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. അതുവരെയും LICയും GICയും മാത്രം നിന്നിരുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പ്രൈവറ്റ് കമ്പനീസും എൻ്റർ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഇൻഷുറൻസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു 2000 ശേഷം ഉണ്ടായിട്ടുള്ളത്. ദെൻ ഇന്ത്യയിലപ്പോൾ ഇൻഷുറൻസ് കമ്പനീസ് നാഷണലൈസ് ചെയ്തത് ആദ്യം LIC 56-ലും GIC 73-ലുമാണ്. അതാണ് നാഷണലൈസേഷൻ വരുന്നത്. പിന്നെ പ്രൈവറ്റ് പ്ലേയേഴ്സിൻ്റെ എൻട്രി 2099 IRDA വന്നപ്പോൾ ഒരുപാട് പ്രൈവറ്റ് കമ്പനീസിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തു, അങ്ങനെ വന്നു. ദെൻ ഇൻഷുറൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 2 കോൺസെപ്റ്റാണ്. ഒന്ന് നോമിനേഷൻ, അതേപോലെ തന്നെ അസൈൻമെൻറ്റ്. എന്താണ് നോമിനേഷൻ അല്ലെങ്കിൽ എന്താണ് അസൈൻമെൻറ്റ്? രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ കോൺസെപ്റ്റുകളാണ്. നോമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓതറൈസേഷൻ ഓഫ് എ പേഴ്സൺ, ഓഫ് എൻ ഇൻഷുർഡ് പേഴ്സൺ. ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമുക്കറിയാം നോമിനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇപ്പോൾ നമ്മളൊരു എന്തെടുക്കുകയാണെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ബാങ്കിൽ പാസ്ബുക്ക് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ നമ്മളൊരു നോമിനിയെ കൺസിഡർ ചെയ്യും. ഇതന്നെയാണ് നോമിനേഷനിൽ ഉദ്ദേശിക്കുന്നത്, ഓതറൈസേഷനാണ്. നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇതാരൊക്കെയാണോ അതിൻ്റെ നമ്മളുടെ ഒരു ഡെത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാലശേഷത്തിന് ശേഷം അത് ആർക്കാണ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആർക്കാണത് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കലാണ് നോമിനേഷൻ. അത് ലീഗൽ ഹെയർസ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മളങ്ങനെ നോമിനേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ലീഗൽ ഹെയർസിനാണ് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെങ്കിൽ അത് ആ നോമിനിക്കാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ടൈറ്റിലും കാര്യങ്ങളും അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത്, ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് കാലാവധിക്ക് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഡെത്തിന് ശേഷം. നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ലീഗൽ ഹെയർസിന് ഒരു സാധ്യതയില്ല. അവിടെ നോമിനിക്ക് തന്നെയാണ് ആ പോളിസിയുടെ എമൗണ്ട് കിട്ടുക. അപ്പോൾ വേണമെങ്കിൽ നമ്മളുടെ പോളിസി ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നോമിനേഷൻ നടത്താം, നോമിനിനെ പ്രപ്പോസ് ചെയ്യാം. ദെൻ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ ഓഫ് പോളിസിയാണ്. നമ്മളെടുത്തിട്ടുള്ള ഒരു പോളിസി നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോളിസി വേറൊരാൾക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്ത് കൊടുക്കാം, ട്രാൻസ്ഫർ ചെയ്യാം. ആ ട്രാൻസ്ഫർ എന്നുള്ള മീനിങ് ആണ് അസൈൻമെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ അസൈൻമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പോളിസിയുടെ ടൈറ്റിൽ അതേപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാ കാര്യങ്ങളും പിന്നെ അസൈനിക്കായിരിക്കും കിട്ടുക. ആരാണോ പ്രപ്പോസൽ അല്ലെങ്കിൽ അത് അസൈൻമെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ആർക്കാണോ അത് ഇനി IRDA കുറിച്ച് പറയുകയാണെങ്കിൽ IRDA എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇൻഷുറൻസ് ബിസിനസ്സിനെ ഓവർസീ ചെയ്യുന്ന റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ്. അത് 1999 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. IRDA ശരിക്കും അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IRDAയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഇൻഷുറൻസ് കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുക എന്നുള്ളതാണ്. IRDAയുടെ അണ്ടറിലാണ് ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനീസും രജിസ്റ്റർ ചെയ്യുന്നത്. അതേപോലെ തന്നെ IRDAക്ക് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ വേണമെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനോ റിവോക്ക് ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ സാധിക്കും. ആണ് IRDAയുടെ ഒരു പവർ അല്ലെങ്കിൽ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി IRDAയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എടുത്തു പറയുന്ന ഒരു ഡ്യൂട്ടിയാണ് പ്രൊവൈഡ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടു ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കൊടുക്കണം. IRDAയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്. അത് കിട്ടിയാൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കേസിലെ സാഹചര്യത്തിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരെ റിവോക്ക് ചെയ്യണമെങ്കിലും അതും
IRDAക്ക് പോസിബിളാണ്. IRDAയുടെ പരിധിയിൽ അല്ലെങ്കിൽ അവരുടെ അധികാര പരിധിയിൽ വരുന്നതാണ് ഒരു ഇൻഷുറൻസ് കമ്പനി റിവോക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ പറയുന്നത് IRDA ഇൻഷുറൻസ് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള നോംസ് അല്ലെങ്കിൽ റെഗുലേഷൻസ്, അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ഇന്റർമീഡിയറീസിൻ്റെ അതേപോലെ തന്നെ ഏജൻസിനൊക്കെയുള്ള നോംസ് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതും IRDA ആണ്. IRDAയുടെ ഇതിലാണ്. പിന്നെ പറയുന്നത് IRDA ആണ് ഇൻഷുറൻസ് ഏജൻസിനുള്ള ലൈസൻസിങ് കൊടുക്കുന്നത്. ഇൻഷുറൻസ് കമ്പനിക്ക് ലൈസൻസിങ് കൊടുക്കണം. നമുക്കറിയാം, ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഏജന്റ് ആവണമെങ്കിൽ IRDA നടത്തുന്ന ഒരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി പാസ്സായാലാണ് നമുക്ക് ഏജന്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഏജൻസിന് ലൈസൻസ് കൊടുക്കുന്നതും IRDA തന്നെയാണ്. അതേപോലെ തന്നെ IRDAയുടെ മറ്റൊരു ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ആൻഡ് ഇന്റർമീഡിയറീസ് ആൻഡ് ഏജൻറ്റ്സ്. ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റർമീഡിയറീസിൻ്റെ അതേപോലെ തന്നെ ഏജൻസിൻ്റെ അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും IRDAയുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് പറയാം. അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള സ്പെസിഫിക്കേഷൻസ് കൊടുക്കുന്നതും IRDA തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് IRDAനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. IRDA ആസ് ഒരു നമുക്കറിയാം, ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസിന് ആവശ്യമായിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കുകളും അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം കൊടുക്കുക. അതേപോലെ തന്നെ പോളിസി ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഏജൻസിന് ലൈസൻസിങ് കൊടുക്കുക, പുതിയ കമ്പനീസിനെ രജിസ്റ്റർ ചെയ്യാം, നിലവിലുള്ള കമ്പനീസിന് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് IRDAക്ക്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് IRDAയുടെ എന്ന് പറയുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, സ്കോപ്പ് എന്ന് പറയുന്നത്. ഞാൻ നമ്മളുടെ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ അടുത്തും നമ്മളുടെ കോളേജിൽ മെറ്റീരിയൽ ഉണ്ടാവും. സോ മെറ്റീരിയൽ നന്നായിട്ട് വായിക്കുക. അപ്പം ഞാൻ അടുത്ത പോർഷൻസ് 2-3-4 ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എക്സാമിന് പഠിക്കുക എന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല, കോളേജിൽ പോകാൻ പറ്റില്ല. എല്ലാം ലോക്ക്ഡൗൺ ആയ സാഹചര്യത്തിൽ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മാത്രമേ നമുക്ക് എക്സാമിന് ഓറിയൻറ്റേഷനായിട്ട് എക്സാം എഴുതുന്ന സമയത്ത് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ബുക്കുകൾ നിങ്ങളുടെ മെറ്റീരിയലൊക്കെ ഒന്ന് വായിച്ച് നോക്കാനുള്ള ശ്രമം നടത്തുക ഈ സാഹചര്യത്തിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നല്ല ഒരു ഇതിൽ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ നോക്കി എക്സാം എഴുതാനുള്ള ഒരു പ്രിപ്പറേഷൻ ഈ സമയത്ത് നിങ്ങൾ എടുക്കണം. അപ്പോൾ അടുത്ത മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.